സുഹൃത്തുക്കളെ, നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലും ഐ ലവ് പാകിസ്ഥാൻ കള്ളം കപ്പലിൽ തന്നെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ മാരിടൈം പവറിന്റെ പ്രധാന കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് ആന്റി സബ്മറീൻ വാർഫെയർ കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ട്രാറ്റജിക് ഫെസിലിറ്റി. അങ്ങനെ ഒരു അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന്റെ ഉള്ളിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വെറുമൊരു ചുവരെഴുത്തല്ല, വമ്പിച്ച സുരക്ഷാ വീഴ്ചയാണ്. ചിലർ ചോദിച്ചേക്കാം ഇതൊരു സാധാരണ ചുവരെഴുത്തല്ലേ എന്ന്. പ്രശ്നം ആ വാക്കുകൾ മാത്രമല്ല, അത് എഴുതപ്പെട്ട സ്ഥലമാണ്. ഇതൊരു സാധാരണ റോഡ് സൈഡ് വർക്ക്ഷോപ്പ് അല്ലല്ലോ. ഇന്ത്യയുടെ ഡിഫൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വളരെ തന്ത്രപ്രദമായ ഷിപ്പ് ബിൽഡിംഗ് സെന്റർ അല്ലേ. അവിടെ എഴുതപ്പെട്ട ഓരോ വാക്കിനും നാഷണൽ സെക്യൂരിറ്റിയുടെ ആംഗിൾ ഉണ്ട്. നിർഭാഗ്യവശാല് നമ്മുടെ രാജ്യത്ത് അപകടം അതിർത്തിക്കപ്പുറത്തു നിന്ന് മാത്രം വരണമെന്നില്ല. ചിലപ്പോൾ ശത്രുക്കൾ അകത്ത് തന്നെ ഉണ്ടാവാം. ആന്റി ഇന്ത്യ മൈൻഡ് സെറ്റ്, പാകിസ്ഥാൻ സിംപതി, ഹോസ്റ്റൈൽ ഇന്റലിജൻസ് ഇൻഫ്ലുവൻസ്, ഹണി ട്രാപ്പ്, മണി, ഐഡിയോളജി, ഇതിലേതെങ്കിലും വഴിയിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകുന്ന ചിലര് ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഷിപ്പ് യാർഡിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതപ്പെട്ടാൽ അത് വെറും കുട്ടിക്കളിയായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. റിപ്പോർട്ടുകളുടെ പ്രകാരം കപ്പലിന്റെ ഉൾഭാഗത്താണ് സ്ക്രാച്ച് ചെയ്ത പോലെ ഈ വാചകം കണ്ടെത്തിയത്. ഷിപ്പ് യാർഡ് ആന്തരിക അന്വേഷണം നടത്തുകയും പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെയും കോൺട്രാക്ട് തൊഴിലാളികളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. എൻട്രി റെക്കോർഡ്സ്, ബയോമെട്രിക് ഡീറ്റെയിൽസ്, ഡ്യൂട്ടി റോസ്റ്റർ, ആക്സസ് ലോഗ്സ് ഇതെല്ലാം പരിശോധിച്ച് വരികയാണ്. കേസ് BNS സെക്ഷൻ 152 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ വകുപ്പാണിത്. അതായത് അന്വേഷണ ഏജൻസികൾ ഇതിനെ വെറുമൊരു വെണ്ടലിസമായിട്ട് മാത്രം കാണുന്നില്ല എന്ന് വ്യക്തം. ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അവിടെ CCTV ഇല്ലായിരുന്നോ? ഉണ്ടെങ്കിൽ ആ ഫൂട്ടേജ് എവിടെ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ഒരു ചെറിയ കടയിൽ പോലും CCTV ഉള്ള ഇക്കാലത്ത് ഒരു സ്ട്രാറ്റജിക് ഷിപ്പ് യാർഡിലെ സെൻസിറ്റീവ് വെസൽ കമ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് ഒരു മോണിറ്ററിംഗ് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകുന്നത്? അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടിരിക്കുന്ന ഒരു കപ്പലിൽ എല്ലായിടത്തും പെർമനന്റ് CCTV വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞേക്കാം. ശരിയാണ്, പക്ഷേ മോണിറ്ററിംഗ് അസാധ്യമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നത് ടെമ്പററി CCTV, പോർട്ടബിൾ എൻക്രിപ്റ്റഡ് ക്യാമറകൾ, കമ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഡിജിറ്റൽ ആക്സസ്, RFID വർക്ക് ട്രാക്കിങ്ങും QR കോഡ് എൻട്രി ലോഗുകളും, സൂപ്പർവൈസറിന്റെ ബോഡി ക്യാമറയും വർക്കേഴ്സിന് ഹെഡ് മൗണ്ടഡ് ക്യാമറയും സാധ്യമാണല്ലോ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ റെസ്ട്രിക്ഷൻസ് നടപ്പിലാക്കാമല്ലോ. ടൂൾ ചെക്ക് ഇൻ ചെക്ക്ഔട്ട് സിസ്റ്റംസ് ഉണ്ടാക്കാമല്ലോ. ഇടയ്ക്കിടെ ഡിജിറ്റൽ ടൈം സ്റ്റാമ്പ്സോട് കൂടിയ CIS പെട്രോൾ നടപ്പിലാക്കാമല്ലോ. ഇതെല്ലാം സാധ്യമായിട്ടും എന്തുകൊണ്ടാണ് സുരക്ഷാ വീഴ്ചകൾ തുടരുന്നത്? ഇത് ലോക്കൽ മാനേജിന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ഓഡിറ്റ് ഇഷ്യൂ ആണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. INS വിക്രാന്ത് ഇവിടെയാണ് നിർമ്മിച്ചത്. ഒരു എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് എയർബേസ് ആണ്. അതിൽ ഏവിയേഷൻ സിസ്റ്റംസ്, റഡാർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ റൂംസ്, പ്രൊപ്പൽഷൻ അറേഞ്ച്മെന്റ്സ്, ഡാമേജ് കൺട്രോൾ ലേഔട്ട്, വെപ്പൺ ഹാൻഡ്ലിംഗ് സോൺസ്, ഇതെല്ലാം രാജ്യത്തിന്റെ സുരക്ഷാ രഹസ്യങ്ങളാണ്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ആന്റി സബ്മറീൻ വാർഫെയറിനുള്ള, അതായത് ASW വേണ്ടിയിട്ടുള്ള ഷേലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്താനും തകർക്കാനും ഉപയോഗിക്കുന്ന ഈ കപ്പലുകൾ ഇന്ത്യയുടെ കോസ്റ്റൽ ഡിഫൻസ് നെറ്റ്വർക്കിന് വളരെ നിർണായകമാണ്. ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാൻ സബ്മറീൻ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ഷിപ്പ് യാർഡിൽ ഉണ്ടാകുന്ന ഇൻസൈഡർ ആക്സസ് ബ്രീച്ച് ഒരു വലിയ സ്ട്രാറ്റജിക് വൾണറബിലിറ്റിയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മുൻകാല സംഭവങ്ങളും കൂടെ നമ്മൾ ഓർക്കണം. നമ്മുടെ ഇതേ ഷിപ്പ് യാർഡിൽ 2019 INS വിക്രാന്തിൽ നിന്നും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മോഷണം പോയി. NIA അന്വേഷണം നടത്തി അറസ്റ്റുകൾ ഉണ്ടായി. 2021 വ്യാജരേഖകൾ ഉപയോഗിച്ച് ഒരു അഫ്ഗാൻ പൗരൻ ഷിപ്പ് യാർഡിൽ ജോലി ചെയ്ത സംഭവം പുറത്തു വന്നു. വെരിഫിക്കേഷൻ സിസ്റ്റം അവിടെയും പരാജയപ്പെട്ടു. 2021 കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് ബോംബ് ഭീഷണി ഇമെയിലുകൾ വന്നു.
അപ്പോൾ ഇതൊരു ടാർഗറ്റ് ആണെന്നുള്ളത് വ്യക്തമായല്ലോ. 2023 ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട ചാരവൃത്തി കേസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കെതിരെ അന്വേഷണം നടന്നു. 2025 ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് ബന്ധപ്പെട്ട നേവൽ ഇൻഫർമേഷൻ ലീക്കിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ വിവരങ്ങൾ പാകിസ്ഥാൻ ലിങ്ക്ഡ് കോണ്ടാക്റ്റുകൾക്ക് വാട്സപ്പ് വഴി കൈമാറിയെന്നായിരുന്നു ആരോപണം. ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു പാറ്റേൺ വ്യക്തമാണ്. മോഷണം, വ്യാജ ഐഡന്റിറ്റി, ബോംബ് ഭീഷണി, ഹണി ട്രാപ്പ്, ഇൻഫർമേഷൻ ലീക്ക്, ഇപ്പൊ ഇതാ ചുവരെഴുത്തും. അപ്പോൾ കള്ളൻ കപ്പലിനുള്ളിൽ തന്നെയാണോ? അതെ, ഇത് ഇൻസൈഡർ ത്രെട്ട് ആണ്. രാജ്യത്തിനകത്തുള്ള ആന്റി ഇന്ത്യ എലിമെന്റ്സ് ആണ്. പണം വാങ്ങി വിവരങ്ങൾ നൽകുന്നവരോ ഹണി ട്രാപ്പിൽപ്പെട്ടവരോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇന്ത്യയെ ശത്രുവായി കാണുന്നവരോ ആകാം. ശത്രു എപ്പോഴും അതിർത്തിയിൽ അവരുടെ യൂണിഫോം ധരിച്ച് നിൽക്കണമെന്നൊന്നുമില്ല. അതൊരു വ്യാജ സോഷ്യൽ മീഡിയ പ്രൊഫൈലോ ഒരു വാട്സപ്പ് കോൺട്രാക്റ്റോ ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് ലഭിച്ച ഉദ്യോഗസ്ഥനോ ആകാം. ഗവൺമെന്റിനോടും ഷിപ്പ്യാർഡ് മാനേജ്മെന്റിനോടും ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. INS വിക്രാന്ത് മോഷണ കേസിന് ശേഷം എന്ത് സുരക്ഷാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി? വ്യാജ ഐഡന്റിറ്റി കേസിന് ശേഷം കോൺട്രാക്ടർ വെരിഫിക്കേഷൻ എങ്ങനെ മാറി? ഹണി ട്രാപ്പ് ആരോപണങ്ങൾക്ക് ശേഷം തൊഴിലാളികൾക്ക് ബോധവൽക്കരണ പരിപാടികൾ നൽകിയോ? സെൻസിറ്റീവ് കപ്പൽ നിർമ്മാണ മേഖലകളിൽ CCTV ബ്ലൈൻഡ് സ്പോട്ടുകൾ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ട്? സുഹൃത്തുക്കളെ, ഇന്ത്യ ഡിഫൻസ് മാനുഫാക്ചറിങ് സൂപ്പർ പവർ ആകണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് സെക്യൂരിറ്റിയും സൂപ്പർ പവർ ലെവലിലായിരിക്കണം. യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നത് വെറും സ്റ്റീൽ വെൽഡിംഗ് അല്ല, അത് നാഷണൽ സീക്രട്ടുകൾ അസംബിൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ശത്രു രാജ്യത്തിന് ഒരു കപ്പൽ മുഴുവനായിട്ട് തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫോട്ടോ, ഒരു ഡ്രോയിങ്, ഒരു റഡാർ ഇൻസ്റ്റലേഷൻ ആംഗിൾ, ഇതൊക്കെ മതി അവർക്ക് വലിയൊരു ചിത്രം ലഭിക്കാനായിട്ട്. ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതാൻ ധൈര്യം കാണിച്ചവൻ ആരായാലും അതൊരു പ്രാങ്ക് ആണെങ്കിലും ശരി, കൃത്യമായ അന്വേഷണം നടക്കണം. കർശനമായ നടപടി വേണം. ഇന്ത്യ ആയിരക്കണക്കിന് കോടി രൂപ ചെലവിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വന്തം ഷിപ്പ്യാർഡിന്റെ ഉള്ളിൽ ആരാണ് കടന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ശത്രുവിനെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അതിർത്തിയിലോ കടലിലോ അതോ നമ്മുടെ സ്വന്തം സ്ട്രാറ്റജിക് കേന്ദ്രങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിലോ? ഇത് ഭയം വിതയ്ക്കാനുള്ള സമയമല്ല, കണ്ണു തുറക്കാനുള്ള സമയമാണ്. നേഷൻ ഫസ്റ്റ് എന്നുള്ളത് വെറും ഒരു മുദ്രാവാക്യമല്ല, അതൊരു ജാഗ്രതയാണ്. സെക്യൂരിറ്റി ഫസ്റ്റ് എന്നുള്ളത് ഒരു ഗേറ്റ് പാസ് മാത്രമല്ല, അതൊരു നിരന്തരമായ നിരീക്ഷണമാണ്. ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളത് വെറും ഒരു വികാരമല്ല, അതൊരു അച്ചടക്കമാണ്. സുഹൃത്തുക്കളെ, ഈ ഗൗരവമേറിയ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.